അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന ചോദ്യം വന്നു. മഹാന്റെ മറുപടി ഇന്നി ലാ അബ്കി ലി അജലിൽ മറദ്, രോഗം വന്ന വിഷമത്തിലാണ് എന്നതുകൊണ്ടല്ല ഞാൻ കരയുന്നത്, രോഗത്തിന്റെ വേദന കൊണ്ടല്ല. എന്തുകൊണ്ട് രോഗത്തിന്റെ വേദനയിൽ പരിതപിച്ചുകൂടാ? അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും പരാതി ശപിച്ചുകൂടാ? എന്തുകൊണ്ട് പറ്റില്ല? ലിഅന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മെഹബൂബായ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ മറദു കഫാറത്തുൻ, രോഗം മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അസുഖം ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണ്. പിന്നെ അള്ളാഹു ആ തെറ്റുകൾക്ക് പിന്നെ ശിക്ഷിക്കൂല. ആ പാപത്തിൽ നമ്മൾ അള്ളാഹുവിനെ പഴിചാരരുത്. നമ്മൾ ആരെയും ഡോക്ടർമാരെയോ അല്ലാത്തവരെയോ നാടിനെയോ കുറ്റം പറയരുത്. നമ്മളത് ക്ഷമിച്ചുകൂടിയാൽ കഫാറത്തുൻ, അത് പ്രായശ്ചിത്തമല്ലേ. പക്ഷേ ഞാൻ കരയാനുള്ള കാരണം ഇന്നമാ അബ്കി അന്നഹു അസ്വാബനി അലാ ഹാലി ഫത്ര, ഞാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിൽ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിലാണല്ലോ എനിക്ക് രോഗം വന്നത്. വലം യുസുബിനി ഫീ ഹാലി ഇജ്തിഹാദിൻ, ഞാൻ അധ്വാനിച്ച് ഓടി നടക്കുന്ന ഒരു സമയത്തല്ലല്ലോ, ഓടി നടക്കുന്ന സമയത്തല്ലല്ലോ അസുഖം വന്നത്. ഞാൻ ഒന്നിനും കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിലായിരിക്കുമ്പോഴാണല്ലോ വന്നത്. അതിനാണ് ഞാൻ കരയുന്നത്. അതിനെന്തിനാ കരയേണ്ടത്? لأنه يكتب للعبد من الأجر إذا مرض ما كان يكتب له قبل أن يمرض فمنعه منه المرض. കർമ്മങ്ങൾ ചെയ്ത് ഓടിച്ചാടി നടക്കുന്ന സമയത്ത്, നന്മകൾ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരസുഖം വന്നൊരാൾ കിടപ്പിലായി പോയാൽ, ആരോഗ്യമുള്ള സമയത്ത് ആ ചെയ്ത നന്മകൾ, അതേ നന്മകൾ ചെയ്ത പ്രതിഫലം ഈ രോഗിക്ക് അല്ലാഹു നൽകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓടിച്ചാടി നടക്കുന്ന ഒരാളെ പെട്ടെന്നൊരു ആക്സിഡന്റ് ആയി, ആ എന്തെല്ലാം അധ്വാനം ചെയ്തോ ആ കിടന്ന കിടപ്പിൽ അല്ലാഹു അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനി എന്തെഴുതാനാണ്? എന്റെ വിഷമം അതാണ്. ഈ രോഗം വന്നത് എന്റെ വാർദ്ധക്യത്തിന്റെ അവസാനത്തിലായി പോയല്ലോ, എനിക്കിനി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലാതെ പോയല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യുവജനങ്ങളോട് പറയട്ടെ, ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ എത്രയെത്ര ആളുകൾക്ക് കൂടിച്ചേരാൻ കഴിയുമോ അത് ചേർന്ന് കൊടുക്കിൻ. രോഗിയെ സന്ദർശിക്കുന്ന പണിയാണിത്. അതും തതവ്വുഅൻ, അല്ലാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാ, ശമ്പളമില്ലാതെ ചെയ്യുന്ന പണിയാണിതൊക്കെ. ശമ്പളം നമ്മുടെ വിഖായ വോളണ്ടിയേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ, സഹചാരി ചെയ്യുന്ന പോലെ ഇത് ഫ്രീ വർക്കാണ്. നമ്മൾ ഒരു പണിയില്ലാണ്ട് നടന്നാൽ ചെറുപ്പക്കാർ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കും. അതാണ് വിഷയം. അത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാർ ഈ പാലിയേറ്റീവിന്റെ കൂട്ടത്തിൽ കയറി ഏതെങ്കിലും ഒരു രോഗിയുടെ വീട്ടിൽ ചെന്ന് ആ രോഗിക്കൊരു സന്തോഷം. നമുക്കറിയുമോ ലോകത്തെ ഏറ്റവും നല്ല കർമ്മം എന്താണ്? ഏറ്റവും നല്ല അമൽ എന്താ? നമ്മൾ വിചാരിക്കും ഹജ്ജ് ചെയ്യലായിരിക്കും, ഉംറ ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങളായിരിക്കും. ഏറ്റവും നല്ല കർമ്മം ഈ ലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ, ഒരു മനുഷ്യന്റെ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്, മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യമാവട്ടെ വലുതാവട്ടെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുക. ഇതാണത്രേ ലോകത്തെ ഏറ്റവും വലിയ കർമ്മം. ഏറ്റവും നല്ല കർമ്മം അതാണത്രേ, മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക. അതൊരു വാക്കുകൊണ്ട് മതിയാവും ചിലപ്പോ, അല്ലെ? ചിലപ്പോ ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയാവും, ഒരു ആശ്വാസ വാക്ക് മതിയാവും. നമ്മളിതിന്റെ ഈ സംഘത്തിന്റെ കൂടെ ചേരുക. എങ്ങാനും ആ ജോലിക്കിടയിലാണ് നമുക്ക് വല്ല അസുഖമായി പോയി കിടപ്പിലാകുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രതിഫലം അല്ലാഹു മരണം വരെ നമുക്ക് രേഖപ്പെടുത്തി തരും. എനിക്ക് അസുഖം വന്നത് വാർദ്ധക്യത്തിലായി പോയല്ലോ, അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത്. രോഗത്തെ ഞാൻ പഴിക്കുകയല്ല. അൽ മറദു കഫാറത്തുൻ, രോഗം പ്രായശ്ചിത്തമാണെന്ന് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം, അത് പഠിച്ചതിന് ശേഷം ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ പരാതി പറയില്ലെന്ന് മഹാനായ ഹബീബിന്റെ സ്വഹാബി, ശരീരം മെലിഞ്ഞു പോയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. നമ്മൾ കിടന്നുറങ്ങി നമ്മുടെ രാവുകൾ നശിപ്പിച്ചു കളയാൻ, സമയം കൊല്ലുകയാണ് നമ്മൾ. മുസ്ലിമീങ്ങൾ എത്രയും ഡിസിപ്ലിൻഡായി ഇശാനിസ്കാരം കഴിഞ്ഞാൽ 3 വിഷയങ്ങൾക്ക് ഉറക്കൊഴിക്കാൻ പാടുള്ളൂ എന്നാ, അല്ലാത്തവർ മുഴുവൻ സ്ട്രെയിറ്റ് ടു ബെഡ്, പോയി ഉറങ്ങണം എന്നാണ്. എന്നാലേ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ.
സുബഹിക്കാണ് ഇമാമമാർ നീണ്ട സൂറത്ത് ഓതേണ്ടത്, തിവാലുൽ മുഫസ്സലൊക്കെ. നമ്മൾ ഇന്നാത്തിനാക്കെന്നെ ചുരുക്കാൻ പറ്റുമെന്നാ നോക്കുക. എന്തുകൊണ്ട്? സുബഹിക്ക് എണീക്കുന്ന ഉന്മേഷമല്ല, ആർക്കോ വേണ്ടി എണീറ്റൂടാണ്. ഇശാൻസ്കാരം കഴിഞ്ഞൊരു മാക്സിമം ഒരു 9-9:30 മണി, 10 മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും. നമ്മൾ അപ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുന്നത്. രാത്രി ഭക്ഷണം, നൈറ്റ് ഫുഡ്, ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ? രാത്രിയായി കഴിഞ്ഞാൽ കന്നുകാലികൾ പോലും തിന്നാറില്ലെന്നാണ്. രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ തിന്നൂല, പക്ഷികൾ തിന്നില്ല ഭക്ഷണം, കോഴികൾ തിന്നില്ല ഭക്ഷണം. ഇട്ടുകൊടുത്തു നോക്കൂ, രാത്രി തിന്നൂല. എന്തേ? മനുഷ്യന്റെ ആമാശയം വിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സമയ. നമ്മളിപ്പോ രാത്രി കല്യാണം, നേരം വെളുക്കോളം തിന്ന. ഇനി അസുഖം വന്നിട്ടില്ലെങ്കിൽ അത്ഭുതം. അള്ളാഹുവിന്റെ മേക്ക്, ഇത് മെയ്ഡ് ഇൻ ചൈന, ജപ്പാനൊന്നല്ല, മെയ്ഡ് ബൈ അള്ളാഹ്. അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരേക്ക് നമ്മുടെ കൂടെ. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവമാണ്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശ്ശീലങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ഡാമേജ് ആയിപ്പോയേനെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ്. ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ്. നമ്മുടെ നഗരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ, നപുംസകകളുടെ ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും. ഇവരാരെയാ കാത്തിരിക്കുന്നത്? ഇവർക്ക് വരാനും കൂട്ടിക്കൊണ്ടുപോകാനും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത്. മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. രാത്രികാലങ്ങളിൽ ഇങ്ങനെ അഭിശപ്തമായ കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ, രാത്രി സമയങ്ങളിൽ അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണേ എന്ന് പടച്ച തമ്പുരാനോട് മാപ്പിരക്കേണ്ട നേരത്ത് തിന്മകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നത് എത്ര പരിതാപകരമാണ്. നമ്മുടെ നഗരങ്ങളിൽ ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ദുസ്സൂചനയുണ്ട്. ഇതിനൊക്കെ പറ്റിയ ആളുകൾ ഈ പരിസരങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ. നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിന്മകൾക്കെതിരെ പടപൊരുതണം. നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ്. രാത്രി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാണ്. പടച്ചവനെ, കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരെ തബീബുൽ ഖുലൂബ് അങ്ങനെ പറയാ, ഏറ്റവും വലിയ കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ആണ് ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ. ഹൃദയ ശസ്ത്രക്രിയയുടെ മഹാനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹൃദയ ശസ്ത്രക്രിയയുടെ ഡോക്ടറാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾ വിചാരിച്ച ഓപ്പറേഷൻ അല്ല, കീറിമുറിക്കുന്ന ഓപ്പറേഷൻ അല്ല, ഹൃദയത്തിന്റെ ഉള്ളു നന്നാക്കി തരുന്ന മഹാൻ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്റക്തു അഖ്വാമൻ യസ്തഹയൂന മിനല്ലാഹി ഫീ സവാദിൽ ലൈലി മിൻ തൂലിൽ ഹജ്ആ. ഞാൻ കണ്ട ആളുകൾ, മഹാൻ പറയാ, ഞാൻ കണ്ട ആളുകൾ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങി തീർത്തതിന്റെ പേരിൽ രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിനോട് നാണം കെട്ടുപോകുന്നവരുണ്ടായിരുന്നു. പടച്ചവനെ, എന്റെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങി തീർത്തല്ലോ. രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങിയതിന് പഴിചാരെ, എന്തേ എനിക്കൊന്നും ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദിന് ഇന്ന് സാധ്യമായില്ലല്ലോ എന്ന് സ്വന്തം ശരീരത്തെ പഴിചാരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് അങ്ങാടികളിലേക്ക് പോകുമായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങാടിയിലേക്ക് നട്ടുച്ച നേരത്ത് ഇറങ്ങിച്ചെല്ലും. ഫയുകബ്ബിറുല്ലാഹ, അവിടെ ചെന്ന് അല്ലാഹു അക്ബർ എന്ന് പറയും. വയുസബ്ബിഹുഹു, സുബ്ഹാനല്ലാഹ് പറയും. വയദ്കുറുഹു, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലും. അങ്ങാടിയിലൂടെ നടന്നിട്ട് ദിക്ർ ചൊല്ലും. അപ്പൊ ആളുകൾ ചോദിക്കുക, എന്താ ഇപ്പത് ഈ നേരത്ത് ഉസ്താദ് എന്താ അങ്ങാടിയിലൂടെ നടക്കുന്നത്? ഇന്നഹാ സഅതു ഗഫലത്തിന്നാസ്, ജനങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകുന്ന ഒരു നേരമല്ലേ ഇത്? ഈ അങ്ങാടിയുടെ ഇടയിൽ, കച്ചവടത്തിന്റെ ഇടയിൽ കച്ചവടക്കാരെ നുണ പറയാൻ നോക്കും. കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക. അങ്ങനെ നുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങാടിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, അത് വിചാരിച്ച് ഇറങ്ങണം. ഇറങ്ങുമ്പോൾ ഒരു ദിക്ർ ചൊല്ലണം. എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷമാണ് അതിന്റെ കൂലി. പരിശുദ്ധ നബി തങ്ങൾ പറയും. സ്വഹീഹായ ഹദീസാണ്, വളരെ പ്രബലമായ ഹദീസാണിത്.
ഈ ദിക്റ് ടൗണിലേക്ക് പോകുമ്പോ നമ്മൾ ബൈക്ക് എടുത്ത് പോവാൻ, കാർ എടുത്ത് പോവാൻ, ബസ് കയറി പോവാൻ, ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോ ചൊല്ലണമെന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരും, എന്നിട്ട് ഈ ദിക്റ് ചൊല്ലി തിരിച്ചു പോകും. ഒന്നുമില്ല, അങ്ങാടി കയറുമ്പോ ചൊല്ലാൻ 10 ലക്ഷല്ലേ കൂലി. 10 ലക്ഷം, ഇതൊക്കെ ബമ്പർ ഓഫർ അല്ലേ? 10 ലക്ഷം ഒറ്റ ദിക്റിന് 10 ലക്ഷം കൂലി. അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. 1000ഉം 1500ഉം കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട്. നമുക്ക് അല്ലാഹു 80, 84, 70, 60ന്റെ ഇടയിൽ, അപ്പോഴേക്കും ആ 1000 കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു. അതല്ലേ അത്ഭുതം. 1000 കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ 4 മാസമോ 3 മാസമോ എടുത്തിരിക്കാം. ഇന്ന് നമ്മൾ 3-4 മണിക്കൂർ കൊണ്ടെത്തി. അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അല്ലാഹു സമയം കുറച്ചു, സൗകര്യം കൂട്ടി തന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നീതിയാണത്, പടച്ചതമ്പുരാന്റെ നീതിയാണത്. സുബ്ഹാനല്ലാഹ്. നോക്കണേ, ഇബ്നു സീരീൻ എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്റ് ചൊല്ലുന്നു. എന്തിന്? ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ, ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തട്ടെ, ഒരു ദിക്റാവട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ 10 ലക്ഷം കൂലിയുള്ള ദിക്റ് കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല, വെറുതെ അങ്ങാടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുആ ഉസ്സൂഖ്, മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണം എന്നാണ്. ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഒന്ന് വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുക. ആരെങ്കിലും കണ്ടു ചൊല്ലിയാൽ ആ 10 ലക്ഷം കിട്ടൂലേ? ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്, അതിന്റെ എൻട്രൻസിൽ ഈ ദിക്ർ എഴുതി വെക്കുക. ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ട് ചൊല്ലിക്കോട്ടെ, ഒരു നന്മയല്ലേ? ഒറ്റ ദിക്റിന് 10 ലക്ഷം. എന്തേ? അശ്രദ്ധമായിരിക്കുന്ന നേരമാണത്. അവിടെ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുക. കാര്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക. ഒരു ടൗണിലേക്ക്, ഒരു അങ്ങാടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ആളും ഒരു ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും നിങ്ങളാവരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പോയി വീട് തുറക്കണ്ട, അതാരെങ്കിലും തുറന്നോട്ടെ. ഒരു ടൗണിലേക്ക് ആദ്യം ചെല്ലുക അതിരാവിലെ, അല്ലെങ്കിൽ അവസാനം പീടിക പൂട്ടി പോരാ. ഇത് രണ്ടും നിങ്ങളാവരുത്. അതിന് വേറെ ആൾക്കാരുണ്ടാവും, നിങ്ങളാവാഞ്ഞാൽ മതി. ഇതൊന്നും കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അതിന്, ഇൻഷാ അല്ലാഹ്. എന്തേ? അത് അത്ര നല്ല സ്ഥലമല്ല. നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർക്കാൻ മറന്നുപോകുന്ന നേരമാണ്. ഏതൊരു വിഷയത്തിലും തമ്പുരാനെ കുറിച്ച് ഈ ഓർമ്മയില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം? മുഅ്മിനെ, നമ്മൾ വെറും കച്ചവടം ചെയ്ത് വീടുണ്ടാക്കി കുട്ടികളെ കെട്ടിച്ച് വണ്ടി വാങ്ങി നടന്ന തീരുമോ? ഇത്രയേ ഉള്ളൂ ജീവിതം? ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥമില്ലേ? ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് ജീവിക്കണം. വരുമാനമാണ്. എന്തിനു വരുമാനം? കുട്ടികൾക്ക് അന്നം വേണം, തിന്നണം. ഒക്കെ തിന്നിട്ടോ പിന്നെ ഇരിക്കാൻ സ്ഥലമാണ് ഒക്കെ ഇരുന്ന് വീടിന്റെ ഉള്ളിലായി, അന്നമുണ്ട്, വെള്ളം. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു പണി. ആ പണി എന്താ? മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയലല്ലേ, പടച്ചതമ്പുരാനോടൊരു കണക്ഷൻ ഉണ്ടാവലല്ലേ. അതില്ലാതെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ആ ഒരു ബന്ധം നമ്മളും സൃഷ്ടാവും തമ്മിൽ ഉണ്ടാക്കിയാൽ ഈ ലോകത്തിലെല്ലാം each and everything is fascinating. ഈ ലോകം നമുക്ക് സന്തുഷ്ടമായിട്ട് തോന്നും. ഈ ലോകത്തിന്റെ ഓരോ ചലനവും അല്ലാഹുവിലേക്ക് നമ്മൾ ബന്ധിപ്പിക്കുന്നതായി കാണാൻ. ഈ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഉന്നതങ്ങളിലേക്ക് നോക്കേണ്ടവരാണ്, ഉന്നതമായ കർമ്മങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടവരാണ്. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ പറയുന്നു, ഒരു രാത്രി എന്റെ ഉമ്മയുടെ കാലിന് വേദന വന്നപ്പോ എന്റെ ഉമ്മയുടെ കാല് ഞാൻ എന്റെ കൈ കൊണ്ട് മസാജ് ചെയ്തു കൊടുത്തു. എന്റെ ഉമ്മയുടെ കാല് ഒന്ന് പിടിച്ചു കൊടുത്തു എന്റെ കൈ കൊണ്ട്. ഉമ്മയുടെ കാല് വേദന മാറുന്നില്ല. നേരം പുലരുന്നവരെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഉമ്മയുടെ കാല് ഇങ്ങനെ പിടിച്ചു കൊടുത്തു. എന്റെ ജ്യേഷ്ഠൻ ഉമർ വീട്ടിലപ്പം നിസ്കരിക്കുന്നുണ്ട്. ഞാൻ ഉമ്മയുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കുമ്പോ, അല്ലെങ്കിൽ ഉമ്മയുടെ കാല് പിടിച്ചു കൊടുക്കുമ്പോ എന്റെ ജ്യേഷ്ഠൻ ഉമർ നിസ്കരിക്കുകയാണ്. ആ രാത്രിയിൽ എന്റെ ഉമ്മായുടെ കാല് പിടിച്ചതിന് പകരം ഞാൻ എന്റെ ജ്യേഷ്ഠൻ ചെയ്ത പോലെ നിസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം വന്നില്ല. എന്തേ? ആ നിസ്കാരത്തെക്കാളും വലിയൊരു പുണ്യമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. കർമ്മങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കുക. ആ നിസ്കാരത്തെക്കാളും ഇവിടെ പുണ്യമാണ് എന്റെ മാതാവിന്റെ കാലിന്റെ വേദന ശമിക്കാൻ ഞാൻ ഈ ചെയ്തു കൊടുക്കുന്ന എന്റെ ഈ പിടുത്തം. അതുകൊണ്ട് എന്റെ സഹോദരൻ ചെയ്ത പോലെ നിസ്കരിക്കാനായില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. കാരണം അതിലും വലുതായിരുന്നു ഇത് എന്ന് മഹാനായ ഹദീസുകളുടെ ഇമാമുമാർക്ക് ഉദ്ധരിക്കുന്ന മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ. സർവശക്തനായ അല്ലാഹു ഉന്നതങ്ങൾ, വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ലക്ഷ്യം അവിടെയായിരിക്കട്ടെ.
ദുനിയാവിൽ മത്സരിക്കുന്നവനോട് ആഖിറം കൊണ്ട് മത്സരിക്കുക, പൈസ കൊണ്ട് മത്സരിക്കുന്നവനോട് നിസ്കാരവും ദിക്റും ചൊല്ലി മത്സരിക്കുക. നിന്നെക്കാളും മുമ്പിൽ ഞാൻ എത്തും എന്ന ആ ഒരു മത്സരബുദ്ധി ആഖിറമായിരിക്കട്ടെ നമ്മുടെ ചിന്തയിൽ വരേണ്ടത്. പരിത്യാഗമല്ല, ഈ ദുന്യാവ് വേണ്ടെന്നല്ല, ഈ ദുന്യാവ് കൊണ്ട് ലക്ഷീകരിക്കേണ്ടത് ആഖിറം. അള്ളാഹു അങ്ങനെ ഒരു നല്ല നിയ്യത്ത് നമുക്ക് നൽകട്ടെ. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ പറഞ്ഞു, മാലിക് ഇബ്നു ദീനാർ, റഅയ്തു ഫീമാ യറന്നായിമു മുനാദിയൻ യുനാദി, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അർറഹീലു അർറഹീൽ, എല്ലാവരും വരണേ, എല്ലാവരും എഴുന്നേൽക്കണേ. പരലോകത്തേക്ക് അള്ളാഹു വിളിച്ചുണർത്തുന്നത് കേൾക്കുകയാണ്. ഫമാ റഅയ്തു അഹദൻ യർതഹിലു ഇല്ലാ മുഹമ്മദ് ഇബ്നു വാസിഅ, വരണേ മഹ്ശറയിലേക്ക്, ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന വിളിയാണിത്. സ്വർഗത്തിലേക്ക് വരൂ എന്ന വിളി. ആ വിളിയിൽ പോകുമ്പോൾ ആ വിളിക്കുത്തരം നൽകുന്നത് മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമായിരുന്നു. അദ്ദേഹം താബിഈയാണ്. മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരെ മാത്രമാണ് ഞാൻ കണ്ടത്. വേറെ ആരും എണീക്കുന്നില്ല. അദ്ദേഹമാണ് സ്വർഗത്തിലേക്ക് നടക്കുന്നത്. ഈ വിവരം മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് പറഞ്ഞപ്പോ സ്വാഹ മാലികുൻ വഗുശിയ അലൈഹി, അദ്ദേഹം വാവിട്ട് നിലവിളിച്ച് കരയുകയും ബോധം കെട്ട് വീഴുകയും ചെയ്തു എന്നാണ് ചരിത്രം. ബോധം കെട്ട് വീണു. റബ്ബേ, മാലിക്കില്ലേ അതിൽ? ഞങ്ങൾ ആരും ഇല്ലേ? മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരെ മാത്രമേ ഉള്ളൂ. ഈ മഹാൻ വലിയൊരു മഹാനായിരുന്നു മുഹമ്മദ് ഇബ്നു വാസിഅ. ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഅൻ ഖൈറുൻ മിൻ അൽഫി ശാബിൻ ഷഹീർ വമിൻ അൽഫി സൈഫിൻ ത്വരീർ. മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരെ ഏതെങ്കിലും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മൂലയിൽ എവിടെയെങ്കിലും ചെന്ന് അല്ലാഹുവിനോട് ദുആ ഇരക്കും, യാ കരീം യാ വദൂദ് യാ ഗഫൂർ അല്ലാഹുമ്മ അഇസ്സന, പടച്ചവനെ ഞങ്ങൾക്ക് ഇസ്സത്ത് തരണേ, ഞങ്ങളെ ജയിപ്പിക്കണേ എന്നൊരു മൂലയിൽ ചെന്ന് ദുആ ഇരക്കുമായിരുന്നു ഈ മഹാൻ. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിമീങ്ങളുടെ നേതാവ്, താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞു പോയ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം തങ്ങളെ യുദ്ധം നടത്തുമ്പോ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവർ അല്ലാഹുവിലേക്ക് വിരലിട്ട് ദുആ ഇരക്കുന്നത് കണ്ടാൽ പറയും, വല്ലാഹ് ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഅൻ ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ ഷഹീർ. 1000 യുവാക്കൾ എനിക്ക് ലഭിക്കുന്നതിന്, യുദ്ധം ചെയ്യാൻ കൂടെ വരാൻ. വമിൻ അൽഫി സൈഫിൻ ത്വരീർ, പടവാളുകൾ 1000 കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം മുഹമ്മദ് ഇബ്നു വാസിഇന്റെ വിരലുകളാണ്, ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ്. ആ ദുആയുടെ പവർ 1000 യോദ്ധാക്കളെ ഇറക്കിയാൽ കിട്ടൂല. അങ്ങനത്തെ മഹാനായിരുന്നു മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവർ. പരലോകത്തേക്ക് വിളിച്ചപ്പോ അദ്ദേഹം മാത്രമാണ് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടത് എന്നൊരു സ്വപ്നദർശനത്തിന്റെ വിഷയം മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോ ഉഷിയ മാലിക്, മഹാനവറുകൾ ബോധം കെട്ടു വീണു. ഖുർആൻ പറയാ, വസ്സാബിഖൂന സ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. വസ്സാബിഖൂന സ്സാബിഖൂൻ, നന്മയിലേക്ക് മുന്നിട്ടിറങ്ങുന്നവരെ. ഒരു നന്മയുണ്ട്, ആദ്യത്തെ ഒരു നല്ല കാര്യമാണ് നമ്മൾ ചെയ്യാൻ. ഇതുപോലെ ഒരു പാലിയേറ്റീവിന്റെ ഒരു വിഷയം, രോഗികളെ സഹായിക്കുന്ന വിഷയം, ഇതിനും ചെയ്യാൻ പറ്റുമോ? ഇത് വസ്വാസം ഒരു 100 കൊടുക്കണോ, 200, 500, 2000 കൊടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കാം. വെറുതെ ഒരു വസ്വാസം ഇങ്ങനെ 70 ശൈത്താന്മാരെങ്കിലും പിടിച്ചു വെക്കുന്ന കൊടുക്കല്ലോ എന്നുണ്ട്. പച്ചക്കറി വാങ്ങണ്ടേ, കുട്ടിന്റെ സ്ലേറ്റ് വാങ്ങാനല്ലേ പറ്റേ, അത് പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ കൊടുക്കല്ലേ. 70 പിശാചുക്കൾ മനുഷ്യനെ പിടിച്ചു വെക്കുന്ന ഒരു ദാനം ചെയ്യാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തിന് അത്ര പ്രശ്നം വരില്ല. പൈസ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ വിഷയം. അത് ഈമാന്റെ അടയാണ്. അള്ളാഹു തരുന്നുള്ള പ്രതീക്ഷയിലേക്ക് കൊടുക്കണത് അത് ഈമാനുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്തവൻ പോയില്ലേ എന്ന്, നമ്മളത് കിട്ടിയില്ലോ എന്നാ വിചാരിക്കേണ്ടത്, അല്ലാത്തവൻ പോയില്ലേ എന്നാ വിചാരിക്കുക. സുബ്ഹാനല്ലാഹ്. നന്മയിലേക്ക് ഓടി വരുന്നവരെ, ഉലൈകൽ മുഖറബൂൻ, അവരാണ് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്നവരെ. ഓടി വരാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിക്കാണ് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി. മൂസാ നബിയുടെ കൂടെ വേറെ 40 ആളുകളുണ്ട്. മൂസാ നബി ഒറ്റക്കാ പോയത് എന്നാണ്. അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അള്ളാഹു പറഞ്ഞ ആ മൗഇദിലേക്ക് എത്തിയപ്പോ മൂസാ നബിയോട് ചോദിച്ചു, മൂസാ നബിയേ, നിങ്ങളുടെ കൂടെ 40 ആളെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ, നഖീബുകൾ, 40 തെരഞ്ഞെടുത്തപ്പെട്ട ആളുകൾ വേണ്ടേ കൂടെ, നിങ്ങൾ എന്താ ഒറ്റക്ക് വന്നത്?
അജിൽതു ഇലൈക റബ്ബി ലിതർളാ. പടച്ചോനെ, ഞാനങ്ങോട്ട് ഓടി വന്നതാ നിനക്ക് തൃപ്തിയാവാൻ. ഓലൊക്കെ ബാക്കിൽ വരുന്നുണ്ട്, ഞാനങ്ങ് മുന്നിൽ പോന്നതാണ്. ഇത് നന്മയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരണം. നല്ല കാര്യങ്ങൾ വരുമ്പോഴേ ബാക്കിൽ നിൽക്കണ്ട, മുന്നോട്ട് വരട്ടെ. സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്നവരാണ്. മുതഖർരിബൂൻ എന്നല്ല, തഖറബ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. മുഖറബ് അവരെ അല്ലാഹ് അങ്ങോട്ട് അടുപ്പിക്കുന്നതാണ്, തമ്പുരാന്റെ സ്വന്തക്കാരാക്കി മാറ്റുന്നു. യാ അല്ലാഹ്, ഉലൈകൽ മുഖറബൂൻ. 2.5 വർഷം മാത്രം ഭരണം നടത്തി ഒരു കാലഘട്ടത്തിന്റെ മുജ്തഹിദായി മാറിയ ഒരു ഭരണാധികാരിയുണ്ട്. 2.5 കൊല്ല ഭരണം നടത്തിയത്. പക്ഷെ അദ്ദേഹം സയ്യിദ് സാഹിദീൻ ഭരണാധികാരിയാണ്. പക്ഷേ ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾ വേണ്ടെന്ന് വെച്ച് ജീവിച്ച സാഹിദീങ്ങളുടെ നേതാവാണ് ഈ രാജാവ്. അതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുമായിരുന്നു, ഇന്നലീ നഫ്സൻ തവാഖ, എപ്പോഴും ഉന്നതങ്ങൾ, ഉയർന്ന നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാനം ഞാൻ കൈവരിക്കുമ്പോഴേക്കും അതിനപ്പുറത്തുള്ള നന്മകളിലേക്ക് എന്റെ മനസ്സ് പോകാൻ തുടങ്ങും. ഹഫത്തിന്റെ സ്ഥാനത്തേക്ക് അള്ളാഹു എനിക്ക് അവസരം നൽകിയപ്പോ എന്റെ ശരീരം അതിനേക്കാളും മീതേക്ക് നോക്കാൻ തുടങ്ങി. അലാ വഹിയൽ ജന്ന താഖത്ത് നഫ്സി ഇലൽ ജന്ന, എന്റെ ശരീരം പിന്നെ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണ്. ഞാൻ ഇങ്ങനെയാണ്, സ്വർഗത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒരു വീടോ കാര്യമൊന്നും ആയില്ല, അള്ളാഹു സ്വർഗത്തിലെങ്കിലും തരട്ടെ. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ കുറെ പ്രയാസമൊക്കെ ഉണ്ട്, അള്ളാഹു സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് വേദന ഇല്ലല്ലോ, രോഗം തീർന്നു, പ്രയാസം തീർന്നു, വിഷമങ്ങൾ തീർന്നു. ഈമാൻ കിട്ടി സലാമത്തായാൽ പിന്നെ അദ്യമൂനി, എന്നെ വേഗം കൊണ്ടുവരിൻ എന്ന് പറയുന്ന ആ ഒരു നല്ല സ്ഥലത്തേക്കല്ലേ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന ആ സൗഭാഗ്യം അള്ളാഹു നമുക്കും നൽകട്ടെ. അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അലാഉൽ ഹദ്റമി മഹാനവറുകളെ മരുഭൂമിയിൽ മറവ് ചെയ്യാൻ പോകുമ്പോ ആ മഹാന പറഞ്ഞിരുന്നു, ആരും കാണുന്നിടത്ത് തന്നെ മറവ് ചെയ്യണ്ട. ആ മഹാന്റെ ഒരുപിടി ചരിത്ര സംഭവങ്ങളുണ്ട്. പറഞ്ഞു, ആരും കാണാത്തിടത്ത് എന്നെ നിങ്ങൾ മറവ് ചെയ്താൽ മതി. ഇതൊരു അലാഉൽ ഹദ്റമി എന്ന് പറഞ്ഞാൽ പേർഷ്യൻ കടലിടുക്ക് കുതിര കൊണ്ട് മുറിച്ചു കടന്ന കറാമത്ത് കാണിച്ച സ്വഹാബിയാണിത്. കടല് അക്കരെ കടന്നിട്ടുണ്ട്, ഒരു ഭാഗം, ഒരു കടലിടുക്ക്. ആ കടലിടുക്ക് മുറിച്ചു കടന്നപ്പോ കുതിരയുടെ ജീനി, മേതെയുള്ള വസ്തു അതുപോലും നനഞ്ഞിട്ടില്ല എന്ന, സൈന്യത്തോടുകൂടെ അക്കരെ മുറിച്ചു കടക്കാൻ കഴിഞ്ഞ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കടല് പിളർത്തിയ മുഅ്ജിസത്ത് ഈ ഉമ്മത്തിൽ കറാമത്തായി അതിന് സമാനമെന്ന് പറഞ്ഞുകൂടാ. എന്നാലും കടല് കുതിര കൊണ്ട് മുറിച്ചു കടന്നൊരു സ്വഹാബിയാണിത്. ഇത് ലോക പണ്ഡിതന്മാർ മുഴുവൻ അംഗീകരിക്കുന്ന സംഭവമാണ്. ആ മഹാന മറവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും മറവ് ചെയ്തേക്കണേ, ഞാൻ മരിച്ചാൽ. ഞാൻ അദ്ദേഹത്തെ മറവ് ചെയ്തു. അപ്പൊ കുറെ യാത്രക്കാർ വന്നു, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ മരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, എനിക്ക് അലാഉൽ ഹദ്റമിയെ 3 കാര്യങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് 3 സംഭവം പറയുന്നുണ്ട്. 1, ഈ കടൽ മുറിച്ചു കടന്ന അത്ഭുതം കണ്ടപ്പോ. 2, മഹാനായ അലാഉൽ ഹദ്റമി റഹ്മത്തുള്ളാഹി അലൈഹി ബഹ്റൈനിലേക്ക് വന്നപ്പോ. അഹ്സ എന്ന് ഇന്ന് സൗദി പറയുന്ന ഭാഗമാണ് അന്നത്തെ ബഹ്റൈൻ. ഇന്നത്തെ ബഹ്റൈൻ അല്ലേ, ഇന്ന് അഹ്സ എന്ന് പറയുന്ന പ്രദേശത്തിന് പണ്ട് ബഹ്റൈൻ എന്ന് പറയാം. ബഹ്റൈനിലേക്ക് വന്നൊരു സംഭവം പറയുന്നുണ്ട് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ. വേറൊരു സംഭവം കൂടെ പറഞ്ഞു, ഒരാൾക്കൊരു സാധനം നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയ കഥ. ഇത് മുഴുവൻ ഈ കറാമത്തുകൾ ഉണ്ടായത് അലാഉൽ ഹദ്റമിക്കാണ്. ആ മഹാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സ്വഹാബി. മറ്റു സ്വഹാബിയെ കുറിച്ച് അങ്ങനെ മറവ് ചെയ്തിരിക്കുകയാണ്. കുറെ ആൾക്കാർ വന്ന്, എന്താ ഇവിടെ? നിങ്ങളുടെ കൂട്ടുകാരനെ മറവ് ചെയ്തതാണ്. പിന്നെ ഇവിടെ കുറച്ചു കഴിഞ്ഞാൽ ചെന്നായ്ക്കളൊക്കെ വന്ന് ഡെഡ് ബോഡിയൊക്കെ മാന്തി തിന്നുപോകും. ഒരു 2 കിലോമീറ്റർ അപ്പുറം ചെന്നാൽ, ഒരു 1.5 മൈൽ അപ്പുറം ചെന്നാൽ അവിടെ മറവ് ചെയ്യാൻ പറ്റിയ മണ്ണാണ്. അവിടെ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല. കുറച്ച് അങ്ങോട്ട് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബിമാര് പറയാ, ഞങ്ങളും വിചാരിച്ചു എന്നാ പിന്നെ മയ്യത്തെടുക്കാം, മറവ് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ വാളുകൊണ്ട് കുത്തിയിട്ട്, സോഫ്റ്റ് മണ്ണായിരുന്നു, വാളുകൊണ്ട് കുത്തിയിട്ടാണ് മണ്ണെടുത്തത്. ലഹദ് എന്ന് പറഞ്ഞൊരു പൊത്തുപോലെ ഉണ്ടാക്കുന്ന ഖബറുണ്ട് ഗൾഫ് നാടുകളിലൊക്കെ. അങ്ങനെ ഞങ്ങൾ ലഹദ് ചെയ്തിട്ടില്ല, ഖബറാ ചെയ്തത്. ഇവിടെ നാട്ടിലൊക്കെ ചെയ്യുന്ന നേരെ കുഴിയെടുത്തിരിക്കുക, അങ്ങനെ മറവ് ചെയ്തതാണ്.
ഞങ്ങൾ ആ ഖബർ തുറന്നു. വല്ലാഹി ഞങ്ങൾ തുറന്നു നോക്കുമ്പോ ഇന്നഹു ലബഈദുൻ അന്നാ മദ്ദൽ ബസർ വഇന്നഹു ലനൂറുൻ യതലഅല. ഞങ്ങൾ കാണുന്നത് പ്രകാശമുള്ള ഒരു ഇടമാണ്, കണ്ണെത്താ ദൂരത്ത് മഹാന്റെ ഖബറുണ്ട്, അവിടെ മഹാന്റെ ശരീരമുണ്ട്, തൊടാൻ പറ്റിയില്ല. ഞങ്ങളൊക്കെ അത് കണ്ടു, അവിടെ ഞങ്ങൾ മൂടി വെച്ചു പോന്നു. മഹാനായ അലാ ഉൽ ഹദറമി തങ്ങള് സ്വഹാബികളിൽ വലിയ കറാമത്തുകൾ കാണിച്ച സ്വഹാബിയാണിത്. അപ്പം അറിവിതിട്ടുള്ളൂ, നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തേക്ക് ആ മഹാന്റെ ശരീരം ആഴത്തിൽ ഇറങ്ങിയത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. ഇതൊക്കെ അബൂ ഹുറൈറ തങ്ങൾ അടക്കമുള്ള സ്വഹാബിമാർ ഈ വിഷയങ്ങൾക്ക് സാക്ഷികളാണ്. ചില്ലറ സംഭവമല്ല ഇത്. ആ മഹാന്റെ ഒരു ജീവിതത്തിന്റെ വിശേഷണം അതാണ്, ഒരു പ്രത്യേകത. കടലിലേക്ക് എത്തിയപ്പോ, എന്നാ പിന്നെ കടൽ എങ്ങനെ അക്കരെ കടക്കും? ബോട്ടുകളില്ലല്ലോ, അവിടെ നിൽക്കാൻ ഇസ്ലാമിന്റെ പ്രചാരണവുമായി പോവുകയാണ്. ആ സന്ദർഭത്തിൽ അഖബ ഉൾക്കടൽ മുറിച്ചു കടക്കാൻ നിൽക്കുമ്പോ മഹാനവറുകൾ ഒരൊറ്റ ചിന്തയാണ്, അല്ലാഹുവേ, കപ്പലില്ല, ബോട്ടില്ല, ഞങ്ങൾക്ക് അക്കരെ കടക്കണം. ദാരീൻ യുദ്ധം നടക്കുമ്പോഴാണത്, മഅറകത്തു ദാരീൻ. ആ യുദ്ധത്തിലാണ് ഈ സംഭവം. കടക്കാൻ വേണ്ടി പോകുമ്പോ അല്ലാഹുവേ, ഈ കുതിരയുമായി ഞങ്ങൾ കടക്കുകയാണ് റബ്ബേ, ഇത് ഞങ്ങളുടെ ബോട്ടും കപ്പലുമാണ്, ഞങ്ങളെ താഴ്ത്തരുതേ, ഞങ്ങൾക്ക് വിജയം തരണം എന്ന് പറഞ്ഞ കടന്ന ഒരു കടത്തത്തിൽ അക്കരെ എത്താൻ പറ്റിയെന്ന്. ഇന്ന് മാജിക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. UK-ലും ഗൾഫ് യൂറോപ്പിലൊക്കെ വലിയ മജീഷ്യൻ ഉണ്ട്, ഡൊമിനോ എന്ന് പറയുന്ന ഡൊമീഷ്യൻ അടക്കം. അവരൊക്കെ തേംസ് നദിയിലൊക്കെ നടക്കുന്ന മുഴുത്തല്ല, അവരെ ഒരു കറാമത്ത് പോലെ കാട്ടും. ഒന്നുമില്ല, അടിയിൽ ഗ്ലാസ് പാനൽ വെച്ചിട്ടായി നടക്കണതേ. ആൾക്കാരെ മുറിച്ച് 2 ഭാഗമാക്കുന്ന തട്ടിപ്പൊക്കെ ഉണ്ടല്ലോ. 2 മനുഷ്യന്മാരെ ഒരേ കോലത്ത് തോന്നുന്ന, ഒരേ കൈകാലൊക്കെ തോന്നുന്ന 2 ആളെ മടക്കി കിടത്തി ഉള്ളിൽ വെച്ചിട്ടും ഒക്കെ ചെയ്യുന്ന തട്ടിപ്പുകൾ. അല്ലാതെ പച്ച മനുഷ്യനെ മുറിച്ച എന്താ യോജിപ്പിക്കാൻ പറ്റും? എത്ര ഞരമ്പുണ്ട്. ഈ മാതിരി തട്ടിപ്പൊക്കെ കടലിലൂടെ നടക്കുന്ന തട്ടിപ്പ് എന്ന് ചെയ്യാറുണ്ട് ചില മജീഷ്യൻസ്. അത് ഗ്ലാസ് പാനലുകൾ വെച്ചുകൊണ്ടാണെന്ന് അതിനെ സംബന്ധിച്ചുള്ള വിവരണം. ഗ്ലാസ് പാനൽ കാണാൻ അറിയില്ല, അപ്പൊ അവർക്കറിയാം പാനൽ എവിടെയാ പോകുന്നത്. ഗ്ലാസ് പാനലിലൂടെ നടക്കുക. ഇതങ്ങനെ